ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ആദ്യമായി നിങ്ങളോട് ചോദിക്കുന്നത്, ആർ യു റിച്ച്? നിങ്ങൾ ഒരു കോടീശ്വരനാണോ? റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ റിച്ചാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആർ യു ഹെൽത്തി? നിങ്ങൾ ഒരു പൂർണ്ണ ആരോഗ്യവാനാണോ? ഒട്ടുമുക്കാൽ ആളുകൾക്കും അതിന് പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ആർ യു ഹെൽത്തി എന്നൊരാൾ നമ്മോട് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കതിന് യെസ് എന്നൊരു ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്ന് നിരവധി ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുണ്ട്. അതാണ് അതിന് ഒരു കാരണം. 200 ചില്ലാനും വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് എന്താണ് റീസൺ? അതിന് ഒരു റീസണ് ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, മറ്റൊരു റീസണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സാണ്, മറ്റൊരു റീസൺ വാട്ടർ ഇൻടേക്കാണ്, മറ്റൊരു റീസൺ ലാക്ക് ഓഫ് സ്ലീപ്പ്, അതുപോലെ തന്നെ മറ്റൊരു റീസണാണ് ലാക്ക് ഓഫ് എക്സസൈസ്, അതുപോലെ തന്നെ മറ്റൊരു റീസണാണ് ഡിപ്രഷൻ, അതുപോലെ തന്നെയാണ് ഡ്രഗ്സ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എത്രയോ മാറിയിട്ടുണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ ഫുഡിൽ അല്ലേ? എല്ലാവരും പുറത്തു പോയി ഭക്ഷണം കഴിക്കുക അല്ലേ? അങ്ങനെ എന്താണെങ്കിലും വേണ്ടിയില്ല, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒരു പ്രധാനമായ റീസണാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മറ്റൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് എല്ലാവരും വളരെ കുറവാണ്. വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ അധികം ആളുകൾക്കും മടിയാണ്, പ്രത്യേകിച്ച് ലേഡീസിന്. വെള്ളം കുടി വളരെ കമ്മിയാണ്, വെള്ളം കുടിക്കാൻ മടിയുമാണ്. അപ്പോൾ ഈ വെള്ളം കുടി കമ്മി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് കാരണമാണ്. 20 കിലോ വെയിറ്റുള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, 40 കിലോ വെയിറ്റുള്ള ഒരാൾ 2 ലിറ്റർ വെള്ളം കുടിക്കണം. അങ്ങനെയാണെങ്കിൽ 60 കിലോ വെയിറ്റുള്ള ഒരാൾ 3 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കുക, നമ്മളെത്ര വെയിറ്റ് ഉണ്ട്, നമ്മളെത്ര വെള്ളം കുടിക്കണം. അപ്പം മതിയായ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. അപ്പോൾ വെള്ളം കൂടി കമ്മിയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിനുള്ള ഒരു കാരണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ കുറവ്, ഉറങ്ങാൻ ടൈമില്ലായ്മ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് പല പ്രശ്നങ്ങളും കാരണം ഉറക്കില്ലായ്മ, ലാക്ക് ഓഫ് സ്ലീപ്പ്, അതും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് ഒരു കാരണമാണ്. അതുപോലെ തന്നെ മതിയായ വ്യായാമം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല. പഴയ കാലത്ത് നമ്മൾ നടന്നിരുന്നു, ഓടിയിരുന്നു അല്ലേ? ഇന്ന് എല്ലാവരും നമുക്കറിയാവുന്ന ആധുനിക യുഗത്തിൽ എല്ലാവരും 2 വീലർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ 4 വീലർ ഉപയോഗിക്കുക, 3 വീലർ ഉപയോഗിക്കുക. എന്തായിരുന്നാലും വേണ്ടിയില്ല, ഇന്ന് നമ്മൾ നടക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എക്സർസൈസ് നമുക്ക് കിട്ടുന്നില്ല, വ്യായാമം കിട്ടുന്നില്ല. ആ വ്യായാമം കിട്ടാത്തത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഡിപ്രഷൻ, നമുക്കറിയാം അല്ലേ? ഒട്ടുമുക്കാൽ ആളുകളെ നോക്കിയാലും നമുക്കറിയാം ഡിപ്രഷനാണ് എല്ലാവരും അല്ലേ? ടെൻഷനാണ് എല്ലാവർക്കും ഉള്ളത്. അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആധിക്യം നമുക്കറിയുന്ന നമ്മുടെ യുവതലമുറ, അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾ, യുവതികളൊക്കെ ഇന്ന് ഡ്രഗ്സിന് അഡിക്റ്റാണ് അവർ.
അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡ്രഗ്സിന് അഡിക്റ്റായത് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് ഒരു കാരണമാണ്. നമുക്കറിയുന്ന ആളുകൾ 30, 40, 35, 45 ഒക്കെ വയസ്സായ പ്രായമായ ആളുകൾ പെട്ടെന്ന് മരിച്ചു പോവുകയാണ് അല്ലേ. അറ്റാക്ക്, സൈലൻ്റ് അറ്റാക്ക്, അങ്ങനെ പല രീതിയിലും നമുക്കറിയാം. ഒരു ഭാഗം കുഴഞ്ഞു പോവാം അല്ലേ, നമുക്കറിയാം സ്ട്രോക്ക് വരിക പെട്ടെന്ന്. ഇങ്ങനെ പല രോഗങ്ങളും വന്നുകൊണ്ട് പല ആളുകളും ചെറുപ്പക്കാരുകളും ഇന്ന് പെട്ടെന്ന് നമ്മോട് വിട പറഞ്ഞു പോവുക. ഇതിനൊക്കെ ഒരു റീസൺ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ, നമുക്ക് ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അല്ലേ. ആ ബാധ്യത നിറവേറ്റണമെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ നമ്മൾ പ്രതിരോധിക്കണമെങ്കിൽ അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണങ്ങളും വൈറ്റമിൻസുകളും മിനറൽസുകളും അതുപോലെ തന്നെ വ്യായാമവും ആവശ്യമായ ഉറക്കമൊക്കെ നമുക്ക് ആവശ്യമാണ് എന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നമുക്കറിയാം, നമ്മുടെ മനുഷ്യ ശരീരം ഒട്ടനവധി അവയവങ്ങളുടെ കൂട്ടമാണ്. മനുഷ്യ ശരീരം ഒട്ടനവധി അവയവങ്ങളുടെ കൂട്ടമാണ്. അവയവങ്ങളോ കലകളാൽ നിർമ്മിക്കപ്പെട്ടതുമാണ്. കലകൾ കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അങ്ങനെ മനുഷ്യ ശരീരത്തിന് രോഗം ബാധിച്ചാൽ അവിടെ റിപ്പയർ നടത്തേണ്ടത് നമ്മൾ എവിടെയാണ്? കോശങ്ങളിലാണ് അല്ലേ. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിൽ രോഗം എല്ലാവർക്കും പല സമയത്തും പല രോഗങ്ങളും പിടിപെടാറുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഒരു രോഗം ബാധിച്ചാൽ നമ്മൾ റിപ്പയർ നടത്തൽ അത്യാവശ്യമാണ്. ആ അത്യാവശ്യമായ റിപ്പയർ നടത്തേണ്ടത് എവിടെയാണ്? കോശങ്ങളിലാണ്. അങ്ങനെ കോശങ്ങളെ റിപ്പയർ ചെയ്ത് നമുക്ക് ജീവിത ശൈലിയിൽ നിന്നും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നിന്നും മുക്തി നേടിത്തരുന്ന ഒരു കമ്പനിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇതിൻ്റെ പാർട്ട് 1 ആണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.